ഡാൻസ് 3യുടെ ഈ അടുത്ത സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത സെഗ്മെന്റ് സൗഹൃദം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആ കണ്ടസ്റ്റന്റ് രശ്മിയാണ്. രശ്മി ഫ്രം വയനാട്. രശ്മി, അപ്പോൾ ഇന്ന് ഞാൻ ഈ പറഞ്ഞ 4am ഫ്രണ്ട് ആരാണ്? ജീവിതത്തിൽ ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും മാം പറഞ്ഞ പോലെ ഏറ്റവും ഒരു ഫ്രണ്ട് മതി എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഫ്രണ്ടാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരി റിയ. അവളെയാണ് ഞാൻ ഇന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ രശ്മിയുടെ ബെസ്റ്റ് ഫ്രണ്ട് റിയ ആയിട്ടുള്ള സംവാദം നമ്മൾ കേൾക്കാൻ പോവാണ് അടുത്ത സെഗ്മെന്റിൽ സൗഹൃദം. എന്താണ് കൂട്ടുകാരെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവരണേ? എങ്ങാനും ഓടിപ്പോയാലോ വെച്ചിട്ടാണോ? ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. അതെ, എന്നിട്ടാണ് നല്ല ഫ്രണ്ട് കേട്ടോ. ഇതിപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. അപ്പോൾ പരിചയപ്പെടുത്തുക താങ്കളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലും എപ്പോഴും വളരെ നിലമെഴുത്ത് കളരിയിൽ പഠിക്കുന്നത് മുതൽ ഇന്ന് വരെ എൻ്റെ കൂടെയുള്ള ഒരു നല്ല സുഹൃത്താണ് എൻ്റെ റിയ. റിയ വയനാട്ടിലാണ് വീട്. രശ്മിയുടെ ഫ്രണ്ട് റിയ. റിയയിൽ നമുക്ക് വിശേഷങ്ങൾ അറിയാം. റിയ ഈ പറഞ്ഞതൊക്കെ സത്യമാണോ? സത്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ സത്യത്തിൽ നിന്ന് തുടങ്ങാം. ഞാൻ രശ്മിയെ വളരെ കുട്ടിക്കാലം മുതലേ അറിയാം. നിലമെഴുത്ത് കളരിയിലാണ് ഞങ്ങൾ പഠിച്ചത്. പക്ഷെ അന്നൊന്നും അത്ര വലിയ സൗഹൃദമൊന്നും ഉണ്ടായിരുന്നില്ല. 10ാം ക്ലാസ് മുതലാണ് ഞങ്ങൾ ഡീപ്പായ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്നത്. പിന്നെ 1 മുതൽ 10 വരെ ഒരേ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. 9ാം ക്ലാസ് വരെ വെവ്വേറെ ക്ലാസ്സിലായിരുന്നു, വേറെ ഡിവിഷനായിരുന്നു. 10ാം ക്ലാസ്സിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ചായി, ഒരേ ഡിവിഷനിലാണ് പഠിച്ചത്. അന്ന് മുതലാണ് ഞാൻ രശ്മിനെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. സാധാരണ ടീച്ചേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ട് എന്താവാനാണ് ഇഷ്ടം എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. 10ാം ക്ലാസ്സിൽ നിന്ന് ഇതുപോലെ, അപ്പോൾ പുതിയ ഫ്രണ്ട്സൊക്കെ ആയി. അപ്പം 10ാം ക്ലാസ്സിൽ നിന്ന് ഇതുപോലെ ചോദിച്ചു എന്താവാനാണ് ഇഷ്ടം എന്ന് ഞങ്ങളോട് ചോദിച്ചു. അപ്പോൾ എല്ലാവരും ഓരോരോ ഇഷ്ടം പറഞ്ഞു, ഓരോരോ ആഗ്രഹം പറഞ്ഞു. രശ്മി പറഞ്ഞത് എനിക്ക് നല്ലൊരു സ്ത്രീ ആവാനാണ് ഇഷ്ടം എന്നാണ് പറഞ്ഞത്. അന്ന് മുതലാണ് ഞാൻ രശ്മിയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. പിന്നെ ഇതുപോലെ രശ്മിക്ക് നല്ല ആക്റ്റീവായ കുട്ടിയാണ്. എനിക്ക് എന്തിനും പേടിയാണ്, ഒഴിഞ്ഞു മാറി നിൽക്കാനാണ് ഞാൻ ശ്രമിക്കാറ്. പക്ഷെ രശ്മി അങ്ങനെയല്ല, നല്ല ആക്റ്റീവായ കുട്ടിയാണ്. അതുകൊണ്ട് അവളോട് പ്രത്യേകം ഞാൻ അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും പ്രത്യേക ഒരു ഇഷ്ടം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവൽ വേദികളിലൊക്കെ ഭയങ്കര ഒരു സ്റ്റാർ ആയിരുന്നു റിയ. ഡാൻസ് ചെയ്യും, പാട്ട് പാടും, കലാതിലകമായിരുന്നു. അതെ, എന്ത് കാര്യം ഉണ്ടെങ്കിലും അതിലൊക്കെ റിയന്റെ പേര് കേൾക്കാം. അങ്ങനെയാണ്. പിന്നെ ഒരുപാട് മുടിയുള്ള നന്നായി ചിരിക്കുന്ന ഒരു കുട്ടീനെ ഞാൻ അപ്പോഴും ശ്രദ്ധിക്കാം. പക്ഷെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കണ്ടിട്ട് മുടി പോയി. ഞാൻ കണ്ണു വെച്ചിട്ടായിരിക്കും തോന്നുന്നു. ചെറുപ്പം മുതലേ എന്റെ കണ്ണ് അവളുടെ മുടിയിലുണ്ടായിരുന്നു. ഇപ്പൊ അത് പോയി. നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ഇത് സ്കൂള്, ഇതിന് ശേഷമുള്ള ഇപ്പോഴും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു കാരണം? +1 +2 ഞങ്ങൾ അതുപോലെ ഒരുമിച്ച് തന്നെയാണ് പഠിച്ചത്. അവിടെ നിന്നാണ് കൂടുതൽ അടുപ്പം വരുന്നത്. പിന്നെ ഞങ്ങൾ വേറെ വേറെ വഴിയിലേക്കായി. കോളേജ് വേറെ കോളേജിലാണ്. +2 കഴിഞ്ഞപ്പോൾ എനിക്കൊരു ടെൻഷനായിരുന്നു, എൻ്റെ രശ്മീനെ എനിക്ക് വിട്ടുപോകുമോ, ഈ ഫ്രണ്ട്ഷിപ്പിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലേ എന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. കൂടുതലും ഞങ്ങൾക്ക് പിന്നെ എപ്പോഴും കാണാൻ കഴിയില്ലെങ്കിലും എൻ്റെ എല്ലാ കാര്യവും പിന്നെ അവളെ അറിയാറുണ്ട്. അവളെ കാര്യം ഞാൻ അറിയാൻ ശ്രമിക്കാറുണ്ട്. രശ്മിയെ കുറിച്ച് ഇഷ്ടമില്ലാത്തൊരു ക്യാരക്ടർ എന്താ? ഇഷ്ടമല്ലാത്തത് അവള് ആരാ എന്താന്ന് നോക്കൂല, വെട്ടി തുറന്നങ്ങ് പറയാം. ഫീൽ ചെയ്യാൻ നോക്കൂല. അത് വിഷമാവോ ഇല്ലയോന്നൊന്നും ഞാൻ നോക്കില്ല, അങ്ങനെ അങ്ങ് പറയും. ചിലപ്പോ അവർക്ക് അത് ഫീൽ ചെയ്യും. പിന്നെ വേറെ ഇഷ്ടമില്ലാത്തൊരു കാര്യമുണ്ട്. രശ്മി അത് പറയുകയാണെങ്കിൽ രശ്മി ചെറുപ്പം മുതലേ നന്നായി വെള്ളം കുടിക്കും. പരീക്ഷയ്ക്ക് വെള്ളം കുടിക്കുന്നതാണോ അതോ ശരിക്കും വെള്ളം കുടിക്കുന്നതാണോ? ഗ്രീൻ വാട്ടർ, പച്ചവെള്ളം നന്നായി. വാട്ടറോ പച്ചവെള്ളം എന്ന് പറഞ്ഞാൽ H2O അല്ലേ ഉദ്ദേശിച്ചത്? ഞങ്ങൾ ഉണ്ടാക്കിയത്. അപ്പം പിന്നെ കളരി പഠിക്കുമ്പോഴേ ഇവക്ക് നല്ലൊരു വാട്ടർ ബോട്ടിലുണ്ട്, നല്ല ഭംഗിയുള്ള. അപ്പം ഞങ്ങൾക്ക് ആർക്കും ഇല്ലാത്തൊരു സംഭവമാണ്. അപ്പം ഞങ്ങൾ അതിനെ കണ്ണുനോക്കും. ഞങ്ങളെ അതിൽ തൊടാനോ ഒന്നും സമ്മതിക്കില്ല. വെള്ളം ചോദിച്ചാൽ തരൂല. അതേ സ്വഭാവമാണ്. വലുതായപ്പോഴും അങ്ങനെ തന്നെയാണ്. വെള്ളം ചോദിച്ചാൽ ആർക്കും കൊടുക്കൂല. അത് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. ചിലപ്പോൾ ദാഹിച്ച് നിൽക്കുന്ന ഒരാളായിരിക്കും രശ്മി കുറച്ച് വെള്ളം തരുന്ന. അതെന്താണെന്നറിയോ, വയനാട് ചുരത്തിലൂടെ നടക്കുമ്പോൾ വെള്ളം വേണം, അപ്പൊ ആർക്കും കൊടുത്ത് ശീലമില്ല. അത് അതുകൊണ്ടാ കൊണ്ടുവന്ന വെള്ളം തീർന്നു പോയാൽ പിന്നെ എനിക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടാവില്ല. നല്ല സ്വഭാവം പാടുണ്ടോ രശ്മി? എന്നാലും ഓക്കെ. ഈ ബെസ്റ്റ് ഫ്രണ്ട് നാളെന്താണെന്നറിയോ? നാള് ഡേറ്റ് ഓഫ് ബർത്ത് May 15th. ഓക്കെ. ഇയാളറിയോ? December 12. ഓക്കെ, അപ്പം അത്രയും കുഴപ്പമില്ല. നിങ്ങൾ തമ്മിലുള്ളൊരു എപ്പോഴും ഇത് വെള്ളമൊക്കെ കൊടുക്കുന്നത് ചെറിയ ഇത്, പക്ഷെ വളരെ സീരിയസ് ആയിട്ടൊരു കാര്യത്തിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ടോ? ഇവളോട് പറഞ്ഞാൽ ഒന്നും നേടൂല. കാരണം ഇവള് പിടിച്ച മുയലിന് 3 കൊമ്പാണ്. ബെസ്റ്റ്.
കാരണം അവക്ക് എല്ലാത്തിനും ഒരു പ്രത്യേക കൺസെപ്റ്റുകൾ ഉണ്ട്, അതിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ്. ഞാൻ എന്തെങ്കിലും അവളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് നേടിയെടുക്കാൻ കഴിയില്ല. വലുതായിട്ട് എന്നോട് കാര്യമായി തർക്കിക്കാനൊന്നും വരില്ല, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ജയിക്കാൻ പറ്റും അവളുടെ. അപ്പൊ ഇയാള് പാവായോണ്ടാണ് ഈ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകുന്നത് അല്ലേ? പറയൂ, റിയയെ കുറിച്ച് എന്താണ് അങ്ങനെ ഒരു അത് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും? റിയയിൽ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. റിയക്ക് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്ന് വെച്ചാൽ എന്താ പറയുക, റിയക്ക് എപ്പോഴും ഇങ്ങനെ നമ്മളിങ്ങനെ കെയർ ചെയ്യണം, അവളോട് എപ്പോഴും സംസാരിക്കണം, എല്ലാ കാര്യങ്ങളും പറയണം. ഞാൻ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. രശ്മിക്ക് ഒട്ടും സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല. ഞാൻ അങ്ങനെയല്ല, ഫ്രണ്ട്സിന്റെ അടുത്ത് നന്നായി സ്നേഹം ഒട്ടും അത് അറിയില്ലാത്ത കാര്യമാണ്. അതിന് പലപ്പോഴും എനിക്ക് സങ്കടമാവുന്നുണ്ട്. കുറേ ദിവസം കാണുമ്പോഴും എനിക്ക് ചിലപ്പോൾ എന്താ കണ്ണിന്ന് വെള്ളം വരിക, കുറേ ദിവസം കാണുമ്പോൾ പ്രത്യേക ഒരു ഫീലിംഗ് ആണ്. പക്ഷെ രശ്മിക്ക് അങ്ങനത്തെ സംഭവം ഒന്നുമില്ല. റിയ വിളിക്കുമ്പോ പറയും കാണണമെന്ന് തോന്നുന്നുണ്ട്, നിന്നെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കും ഈശ്വര എനിക്കിങ്ങനെ വലിയ ഫീലിംഗ് ഒന്നും വരാറില്ലല്ലോ. അങ്ങനെ പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. മോത്തേക്ക് പറയാറില്ല, എനിക്ക് അങ്ങനെ തോന്നാറൊന്നുമില്ല. അതൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതൊരു കോമൺ ഈ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, ഇതിൽ ചിലവരുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യും ഫ്രണ്ട്ഷിപ്പിൽ കൂടെ. ചില സമയത്ത് ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഇതിലൊക്കെ കൂടെ നിൽക്കാനും അതല്ല ഇത് തെറ്റാണെന്ന് പറയാനുള്ള ഒരു ഫ്രീഡം നിങ്ങൾ തമ്മിലുണ്ടല്ലോ. ഇതിൽ എന്തെങ്കിലും ഒരു തിക്താനുഭവം വന്നല്ലോ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ പൊട്ടാൻ എപ്പോഴും നിന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല, വലിയ വലിയ പിണക്കങ്ങളൊന്നും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. ചെറിയ ചെറിയ കുട്ടി പിണക്കങ്ങൾ. ഓക്കെ, വേറെ എന്തെങ്കിലും ഓർമ്മിക്കാതെ, കാരണം പാനൽ ഡിസ്കഷനിലേക്ക് പോവാണ് നമ്മളിപ്പോൾ. രശ്മിയിൽ നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. അത് സ്കൂളിൽ നിന്ന് പഠിക്കുമ്പോഴേ എനിക്ക് നന്നായിട്ട് ഞാൻ മനസ്സിലാക്കിയതാണ്. ഈ ഫ്രണ്ട്ഷിപ്പിൽ ഇപ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. നമ്മൾ രണ്ട് ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിൽ വേറൊരു ഫ്രണ്ട് കൂടെ വന്ന് വർത്താനം പറഞ്ഞാൽ ചെറിയൊരു പൊസസീവ്നെസ് വരും. അത് ആൺകുട്ടിക്കാണെങ്കിലും പെൺകുട്ടിക്കാണെങ്കിലും. അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ എല്ലാ ഫ്രണ്ട്സും റിയന്റെ കൂടെ ഫ്രണ്ട്സ് ആണ്. ഇപ്പൊ എന്നെക്കാട്ടും ചിലപ്പോൾ അവൾ അടുപ്പം കീപ്പ് ചെയ്യുന്നത് എന്റെ പിന്നെയുള്ള ഫ്രണ്ട്സിന്റെ അടുത്തായിരിക്കും. അപ്പൊ വരുമ്പം ഇവള് എന്നെ അങ്ങോട്ട് വിളിക്കും. അപ്പൊ അവരുമായിട്ട് നല്ല കൂട്ടാണ്. പിന്നെ അങ്ങനെയൊന്നുമില്ല, ഇവള് പിന്നെ ബാക്കി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ മൈൻഡ് ആക്കാറുണ്ട്, എന്നെ കൂടെ നിർത്താറുണ്ട്, എന്താണെങ്കിലും എന്നോട് പറയാറുണ്ട്. പിന്നെ ഇവൾക്ക് വേറൊരു കോളേജിലായപ്പോൾ വേറൊരു ഫ്രണ്ട് ഉണ്ട്, റിയ എന്ന് പറഞ്ഞിട്ട്. വളരെ മാത്രമേ ഫ്രണ്ട് ആക്കുള്ളൂ. അത് എങ്ങനെയോ വന്നു പോയതാ, ഒരു റിയ കൂടെ വന്നു. പിന്നെ അപ്പം അവള് ഇതുവരെ റിയ അങ്ങനെയാണ്, റിയ ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ ഏത് റിയ എന്ന് ചോദിക്കും. അപ്പൊ ഇവള് പറയും എന്നെ പറയുന്നത് എന്റെ റിയ എന്നാണ്. അതെനിക്ക് വലിയ ക്രെഡിറ്റ് ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ നാട്ടിൽ പോയി അന്വേഷിച്ചിരുന്നു. നിങ്ങൾ രണ്ടുപേർക്ക് ഒരുമിച്ച് ഒരാളെ ഇഷ്ടമുണ്ടായിരുന്നു? അങ്ങനെയല്ല, പല ആൾക്കാരെ ഇഷ്ടം. രണ്ടുപേർക്കും ഒരാളെ കറക്റ്റ് ആയിട്ട് ഇഷ്ടമുണ്ടായിരുന്നു. നിങ്ങൾ തമ്മിൽ അടിപിടി ഉണ്ടായിട്ടുണ്ട്? സമ്മതിച്ചില്ല. അല്ലാതെ ഞാൻ ഇപ്പം ഉണ്ടാക്കിയ നുണയാ, നിങ്ങൾ അതിൽ അതിജീവിക്കുമെന്ന് അറിയണ്ടതില്ല, അതുകൊണ്ട് ഉണ്ടാക്കിയത് എൻ്റെ ഒരു പ്രാങ്ക് ആയിരുന്നു അത്. അപ്പം നമ്മൾ വേഗം പാനൽ ഡിസ്കഷനിലേക്ക് പോവാണ്. കാരണം അവർക്ക് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനുണ്ട് ഈ സൗഹൃദത്തിൻ്റെ പേരിൽ. ഞാൻ ആദ്യം മീര മാഡത്തോട് തന്നെ ചോദിക്കട്ടെ, ഈ ഒരു സൗഹൃദത്തിനെ കുറിച്ച് എന്താണ്? സത്യത്തിൽ ഇത് നല്ല സൗഹൃദമാണോ? ഞങ്ങൾക്ക് നല്ല സൗഹൃദമാണ്. കാണുന്നവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. കാണുന്നവർക്ക് എങ്ങനെയാണെന്നുള്ളതാണ് ഇതിന്റെ ചോദ്യം. അല്ല, അതൊരു ഒരാൾ എപ്പോഴും താഴ്ന്നു വരുന്നു, ഒരാൾ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു, മറ്റേ ആളത് കൊടുക്കുന്നില്ല, ഒരാള് ഒരുപാട് വേറെ സുഹൃത്തുക്കൾ ഇതാവുന്നു. ഒരു സീരിയൽ മാതിരി ഇല്ലേ? എൻ്റെ റിയ എന്ന് പറയത്തക്ക വിധത്തിലൊരു പൊസസീവ്നെസ് ആണ്. അതിന് വിധേയയാകുന്ന പാവൻ റിയ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രശ്മിക്ക് അതിനെ എങ്ങനെയെങ്കിലും ഖണ്ഡിക്കാൻ പറ്റുമോ? പറ്റും. എങ്ങനെയാണ്? കാരണം എന്താ പറയാ, എപ്പോഴും കൂടെ ഉണ്ടാവുക, എൻ്റേതായിട്ട് എപ്പോഴും ഞാനിങ്ങനെ പ്രോസസ്സ് ചെയ്ത് വെക്കാന്നൊന്നും പറയുന്ന ബന്ധങ്ങളിൽ അതിനെക്കാട്ടും ഞാൻ വിശ്വസിക്കുന്നത് മനസ്സ് തമ്മിലുള്ള ഒരു ബന്ധത്തിലാണ്. അതായത് മനസ്സ് തമ്മിലുള്ള ബന്ധം, അതായത് ഞങ്ങൾ തമ്മിലുള്ള ഒരു പ്രത്യേകത. പക്ഷേ എനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് റീക്ക് മനസ്സിലാവും, അതെങ്ങനെയാണെന്ന് എനിക്കറിയാം. അതുപോലെ റീക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അതെനിക്ക് മനസ്സിലാവും. അതുപോലെ സന്തോഷങ്ങളായാലും. അപ്പം അന്വേഷിച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ റിയ പറയും എനിക്ക് ഇന്നൊരു വിഷമമുണ്ട് എന്ന് പറയും. എനിക്കത് മനസ്സിലാവും, റിയ ആ ടൈമിൽ വിഷമത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവും. അതുപോലെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ആരോടും പറയാൻ കഴിയാത്തത് ആദ്യം പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നതും റിയ വിചാരിക്കുന്നതായിട്ടുള്ള ഞങ്ങൾ തന്നെയാണത്. ആദ്യം അത് ഷെയർ ചെയ്യണം, കണ്ടില്ലെങ്കിലും അങ്ങനെ അത് എങ്ങനെയെങ്കിലും അറിയും ഞങ്ങൾ. അങ്ങനെയുള്ളൊരു വലിയൊരു ബന്ധമുണ്ട് ഞങ്ങൾക്കിടയിൽ. പിന്നെ വേറെ കാര്യം ചോദിക്കട്ടെ, ഇപ്പം ആദ്യം രശ്മിയാണെങ്കിൽ പറയും കല്യാണം കഴിക്കാൻ പോകുന്ന ആളോട് എനിക്ക് റിയ എന്ന് ഫ്രണ്ട് ഉണ്ട്, അവർ ഉപേക്ഷിച്ചിട്ടുള്ള യാതൊരു ഏർപ്പാടും ഇല്ല കേട്ടോ എന്ന് ഇടയ്ക്ക് പറയും അല്ലേ? പറയാം, അത്ര ഫ്രണ്ട്ഷിപ്പ് ഡീപ്പാണ്. അവന്മാര് റിയയ്ക്കും പറയാം. പക്ഷെ വേറൊരു സംഭവം ഉണ്ട്. അപ്പോൾ രണ്ട് ഭർത്താക്കന്മാരും സമ്മതിക്കുകയാണ്, ഓ ശരി അങ്ങനെ ആവാന്ന്. പക്ഷേ രശ്മിയുടെ പിന്നെ ഭർത്താവ് അല്ലെങ്കിൽ റിയയുടെ ഭർത്താവ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രശ്മിയുടെ ഭർത്താവ് റിയോട് പ്രത്യേകം സ്വന്തം സുഹൃത്തല്ലേ വെച്ച് കൂടുതൽ ലോക്യം കാണിക്കുമ്പോൾ എന്തായിരിക്കും സ്ഥിതിഗതികൾ?
എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. കാരണം എന്റെ ഭർത്താവിനെ ഞാൻ കാണുന്നതിലും കൂടുതൽ ഞാൻ റിയനെ കണ്ടിട്ടുണ്ട്. അതാണ് വിശ്വാസം. അതാണ് ഒരു ഫ്രണ്ട്ഷിപ്പിന് ഏറ്റവും വേണം. അപ്പോൾ പിന്നെ എൻ്റെ ഭർത്താവ് പ്രിയനായിട്ട് കൂടുതൽ അടുത്ത് പെരുമാറിയാലും അത് വേറെ ഒന്നും ആകില്ല. കാരണം റിയ പിന്നെ എൻ്റെ താല്പര്യത്തെ പണയപ്പെടുത്തില്ല എന്നൊരു വിശ്വാസമുണ്ടല്ലോ. അതാണ് ശരിയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റേതായിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ പിന്നെ ഇപ്പോൾ റിയയ്ക്ക് ദുഃഖമുള്ള സമയത്താണോ പിന്നെ രശ്മി കൂടുതൽ ഓടിച്ചെല്ലാറുള്ളത്, അതോ സന്തോഷമുള്ളപ്പോൾ? അത് ഒരേ മാതിരി. ഗുഡ് ഫ്രണ്ട് ഈസ് എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് ഫ്രണ്ട് ഇൻ ഡീഡ് എന്നാ പറയാം. അപ്പോൾ ദുഃഖമുള്ള സമയത്ത് ചില ഫ്രണ്ട്സ് ഉണ്ട്, ദുഃഖമുള്ള സമയത്തൊക്കെ ഓടി വരും, സന്തോഷമുള്ളപ്പോൾ അവരെ മെഴുകുതിരി എത്തിച്ചാൽ കാണാൻ പറ്റില്ല. അത് നല്ലതാണോ? അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ എങ്ങനെയാണത്? രണ്ടിലും ഉണ്ടാവാറുണ്ട്. ഉണ്ട്. ആ സന്തോഷത്തിലും പിന്നെ കൂട്ടത്തിൽ രണ്ടുപേരും ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ വരുമ്പോഴും എന്റെ സന്തോഷം ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് രശ്മിനോടാണ്. സങ്കടം വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ സന്തോഷം പറഞ്ഞാൽ കേട്ട് നിൽക്കും രണ്ടുപേരും അല്ലേ? അല്ല, എന്താ പറയാ, അതില് ജോയിൻ ചെയ്യും തീർച്ചയായിട്ടും. അവളുടെ സങ്കടത്തിലും സന്തോഷത്തിലും ഞാൻ ജോയിൻ ചെയ്യാറുണ്ട്. എന്റെ സങ്കടത്തിലും സന്തോഷത്തിൽ മാത്രം ജോയിൻ ചെയ്യുന്ന ഫ്രണ്ട്സിനെ സൂക്ഷിക്കണം. അവര് സാഡിസ്റ്റുകളാ. നിങ്ങൾക്ക് സന്തോഷമുള്ള സമയത്ത് അവർ ഓടി വരില്ല, സങ്കടത്തിൽ മാത്രമേ വരൂ. ആ പ്രശ്നമില്ല. ആ ടെസ്റ്റും വിജയിച്ചിട്ടുണ്ട്. സങ്കടത്തിലും കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് രശ്മി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയത്. ഈ ഞാൻ സ്ത്രീ എന്ന പരിപാടിയിൽ ഒരു പുരുഷ ജഡ്ജാണല്ലോ ഞാൻ. പലപ്പോഴും ഇതിന് ശേഷം സ്ത്രീകൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളതെന്നാണ് തോന്നുന്നത്. നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാവില്ലെന്ന് കരുതിക്കോട്ടെ. അബ്രഹാം ലിങ്കൺ പറഞ്ഞൊരു വാചകം ഞാൻ ഓർമ്മിക്കുക, ഈ ഫ്രണ്ട്ഷിപ്പ് ഈസ് യുവർ മെയിൻ വീക്ക്നെസ്, യു ആർ ദ സ്ട്രോങ്ങസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ വീക്ക്നെസ്സിന് 10-ൽ എത്ര മാർക്ക് കൊടുക്കാം? നിങ്ങളുടെ ഫ്രണ്ടിനോടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒരു വീക്ക്നെസ് ആയിട്ട് മാറുകയാണെങ്കിൽ, അതായത് ആ ഫ്രണ്ട്ഷിപ്പ് മിസ് ചെയ്യാൻ ഒരിക്കലും തയ്യാറല്ലെങ്കിൽ, ഔട്ട് ഓഫ് 10-ൽ രശ്മി റിയ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന് എത്ര മാർക്ക് കൊടുക്കും? 10 മാർക്ക് കൊടുക്കും. റിയ എത്ര മാർക്ക് കൊടുക്കും? നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒരു കേസ് സ്റ്റഡി ആക്കേണ്ട ഒരു റിസർച്ച് നടത്തേണ്ട സംഭവമാണ്. അതായത് തികച്ചും ഓപ്പോസിറ്റായിട്ടുള്ള വ്യക്തിപരമായ സ്വഭാവമുള്ള ആൾക്കാർ ഒരു നല്ല സൗണ്ട് സൂക്ഷിക്കുന്നതിൽ ഒരു പുതിയ മെസ്സേജ് തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ അധികം സംവാദം നടത്താറില്ല, മാറ്റി വെക്കാറുണ്ട്. രാഷ്ട്രീയ താല്പര്യങ്ങളോ അതുള്ള കാര്യങ്ങൾ. അവളെ കൺസെപ്റ്റ് വേറെ, എന്റെ കൺസെപ്റ്റ് വേറെ. അപ്പൊ ഞങ്ങൾ അതിനുവേണ്ടി പ്രത്യേകം തർക്കിക്കാറില്ല. ഞാൻ പറയുന്നതിനൊക്കെ എസ് പറയുന്ന ഒരു ആളാണെങ്കിൽ ഭയങ്കര ബോറായിരിക്കില്ലേ? എനിക്ക് അടി കൂടാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നതിന് ഇടയ്ക്കൊക്കെ നോ പറയുന്ന ആളാണ് എനിക്ക് തല്ലുകൂടാനോ. ഏതായാലും ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ രണ്ടുപേരെയും ഒന്നിപ്പിക്കുന്ന ഒരു കോമൺ ക്യാരക്ടർ ഉണ്ടാവും എന്തെങ്കിലും. എന്താ അത്? ഞാനിപ്പം മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതും രശ്മി മനസ്സിലാക്കുന്നതും ഒരുപോലെ ആണ്. ഇപ്പം ഞാനൊരു ഫ്രണ്ടിനെ കുറിച്ച് എൻ്റെ മനസ്സിൽ ഞാൻ കരുതിയതും അത് രശ്മി കരുതുന്നതും ഒരുപോലെ ആയിരിക്കും. ഒരു തിരിച്ചറിവ്, അത് നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. സൗഹൃദത്തിന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ആൾക്കാർ വേവ് ലെങ്ത് ഒരുപോലെ ആവുന്നില്ല. നമ്മൾ ഒരേ തൂവൽ പക്ഷികൾ ഒരുമിച്ച് ചേക്കേറെന്ന് പറഞ്ഞ പോലെ നല്ല ക്വാളിറ്റി തന്നെയാണ്. ഞങ്ങൾക്ക് എങ്ങനെ ഒരു നഴ്സറി ക്ലാസ്സിലെ കുട്ടികൾ ഇവിടെ സൗഹൃദം പങ്കുവെക്കുന്ന ഒരു ഫീൽ ഇവിടെ ഉണ്ടായത്. അപ്പോൾ ഇനി നമ്മുടെ പ്രധാനപ്പെട്ട നിങ്ങളുടെ സൗഹൃദത്തിൻ്റെ മാർക്ക് എത്രയാണെന്നറിയാം, അതിൻ്റെ റേഷ്യോ എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ വളരെ എക്സലൻ്റ് ആണ്. അതുകൊണ്ട് എക്സലൻ്റ് ആയിട്ട് 8 മാർക്ക്.